ഹലോ ഗായ്സ്, എല്ലാവർക്കും എംപിടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കുത്തുന്ന ആക്സസറീസ് ഇല്ലേ. ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കിടന്ന ഒരു ബാനും കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു പൗച്ചിൽ അനിയത്തി കുട്ടിയുടെ തന്നെ ഈ ഒരു പിങ്ക് പൗച്ച്, ഞങ്ങൾ രണ്ടുപേരുടെയും പഴയ പൗച്ചാണ് ഇത്. പഴയ പൗച്ചല്ല, ഇത് കുറേ ഞങ്ങൾക്ക് കത്രികയും പേനയൊക്കെ മേടിച്ചപ്പം അവർ ഫ്രീ ആയിട്ട് തന്ന ഒരു പൗച്ചാണ്. അപ്പം ഫസ്റ്റ് ആരുടെ കാണിക്കാം. അപ്പം ആ പൗച്ചിൻ്റെ അകത്തുള്ളത് അവൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം കാണിച്ചോളൂ. അപ്പം നമുക്ക് തുറക്കാം. പുറകാശം കണ്ടാൽ മനസ്സിലാവും ഗൈസ്, കുത്തി വെച്ചിട്ട്. ഓക്കെ, ഇത് ഞാൻ മാത്രം മിസ് ചെയ്യുന്നതാണ്. ക്യൂട്ടി ക്ലിപ്പ് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ കുഞ്ഞി ക്ലിപ്പ് അതാണ്, ഈ രണ്ടെണ്ണം ഈ കുഞ്ഞി ക്ലിപ്പ്. എന്നിട്ട് ഇത് രണ്ടും ഞാൻ മാത്രം, ഇതും ഞാൻ ഗൈസ് ഈ ബട്ടർഫ്ലൈ ഞങ്ങളിങ്ങനെ പൗച്ച് കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഒടിഞ്ഞ് ഇങ്ങനെ മടങ്ങിപ്പോയി. അപ്പോൾ അനിയത്തി കൂടെ അത് വീട്ടിൽ കുത്താറില്ല, ചുമ്മാ ഇവിടെ അടുത്തിട്ടേക്കാണ് കേട്ടോ. എന്നിട്ട് ഈ ക്യൂട്ടി ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഈ ക്ലിപ്പങ്ങളായിപ്പോയി. റെഡ് എനിക്ക് അപ്പം ബ്ലൂ ആയിരുന്നു എനിക്ക് വേണ്ടത്. അപ്പം റെഡ് പൊട്ടിയപ്പോൾ അവള് ബ്ലൂ അങ്ങ് എടുത്തിട്ടോ. ബ്ലൂ എനിക്ക് വെനസ്ഡേ യൂണിഫോമിന് ഇവള് വിദ്യാരാജയില് ഇതാണ് ബ്ലൂ ആണ്, ഞാൻ യെല്ലോ ആണ്. അപ്പം എൻ്റെ ഇതിൽ കൂടുതൽ യെല്ലോ ബാൻഡ്സും യെല്ലോ ക്ലിപ്സും ഒക്കെ. ഈ രണ്ട് കൊച്ചു ക്ലിപ്പുകളുണ്ട്, കൊച്ചു കുരുപ്പുകൾ വേണ്ട, രണ്ട് സൂര്യകാന്തി. ഓക്കെ, അതുകൊണ്ട് ഈ ബട്ടർഫ്ലൈ നമുക്ക് കാണിച്ചതാണ്. ഈ ഒരു ബാൻഡ്, കുഞ്ഞു ബാൻഡ് ഇത് കണ്ടു, കുഞ്ഞു ക്ലിപ്പ്. ഇന്ന് നമ്മുടെ കുറേ ബട്ടർഫ്ലൈയുടെ ഷഡുകളൊക്കെ ഉണ്ട്. എൻ്റെ പോച്ച് ഈ രണ്ട് റെഡ് ബട്ടർഫ്ലൈയുടെ സ്റ്റഡുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ബട്ടർഫ്ലൈയുടെ സ്റ്റഡ്. ഇത് അവൾ എനിക്ക് ഇടാൻ തരൂല കേട്ടോ, യെല്ലോയും എനിക്ക് ചേച്ചി ഇടാൻ തരത്തില്ല. എനിക്ക് വെനസ്ഡേ യൂണിഫോമിന് മാത്രം ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തതാണ് കേട്ടോ ബ്ലൂ കളറ്. എന്നിട്ടൊരു ദയയില്ലാതെ അവൾ തരൂല എനിക്ക്. ഓക്കെ, അപ്പം അനിയത്തിക്കുട്ടിയുടെ സാധനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എൻ്റെ സാധനങ്ങളാണ് ഗൈസ് ഞാൻ ഇനിയും കാണിക്കാൻ പോകുന്നത്. അനിയത്തിക്കുട്ടിയുടെ എല്ലാം കണ്ട് മാറ്റിക്കും. എൻ്റെ പൗച്ചിൻ്റെ അകത്ത് ഒരു കെട്ട് സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല തടിയൊക്കെ ഉണ്ട് പൗച്ചിന്. അപ്പം ഞാൻ എൻ്റെ ഇത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങോട്ട് ഇത് അടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു ക്യൂട്ട് ക്ലിപ്പ് ഉണ്ട് അനിയത്തിക്കുട്ടിയുടെ കൂടത്. അപ്പം ഇത് ഞാൻ ഒരെണ്ണമായിട്ടാണ് മേടിച്ചത്, കാരണം ഇങ്ങനെ ഇവിടെ പോണിറ്റെയിലൊക്കെ കിട്ടുമ്പോൾ കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ്, സാധാരണ ഹെയർ ബാൻഡ് സ്കൂളിലൊക്കെ കിട്ടിക്കൊണ്ടുപോകാനുള്ള ഹെയർ ബാൻഡ്സ്. പിന്നെ എനിക്ക് കുറച്ച് ഈ സൈസിലുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ, ഈ ബ്ലൂ കളറിൽ. പിന്നെ എന്താണ്, എൻ്റെ വെനസ്ഡേ യൂണിഫോമിന് ഈ കളർ യെല്ലോ കളറിലുണ്ട്, പിന്നെ ബ്ലൂ കളറിലുണ്ട്. ഇത് 3 എണ്ണവും ഞാൻ ഇത് ഒരുമിച്ച് മേടിച്ചാണ്. ഇത് 3 എണ്ണവും അവൾ എന്നോട് ബ്ലൂ ഒക്കെ ചോദിച്ചു കെട്ടാൻ ഇവള്. അപ്പം ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു, കാരണം എനിക്ക് അവളൊന്നും തരുമില്ലല്ലോ. പിന്നെ എൻ്റെ ഈ 2 സൂര്യകാന്തിയാണ് ഗൈസ്. സൂര്യകാന്തി ഞാൻ വെനസ്ഡേ യൂണിഫോമിൽ കുത്തും. പിന്നെ കാണിക്കാനുള്ളത് എന്താണ്, ഇതാണ് ഗൈസ്
ഇതും യെല്ലോ ഇതിൻ്റെ കൂടെ വെനസ്ഡേ യൂണിഫോമിന് കൂടെ കുത്തും. എന്തുവാ ഞങ്ങൾ സൂര്യകാന്തിയും കുത്താറുണ്ട് കേട്ടോ. സൂര്യകാന്തി ഞാൻ കുത്തും. ഗൈസ് ഞങ്ങൾ മാറി കേട്ടോ. അപ്പം ഇത് എൻ്റെ ആയിരുന്നു. ഇപ്പം അവൾ എടുത്തതാണ് കേട്ടോ. ഇത് എൻ്റെ ആയിരുന്നു ഗൈസ്. ആ ചേച്ചി എടുത്ത് ചേച്ചിയുടെ പൗച്ചിട്ടാണ്. പിന്നെ എനിക്കിതാണ്ട് ഈ ഒരു സാധനമുണ്ട്. മുല്ലപ്പൂവിൻ്റെ നമുക്കിങ്ങനെ ചൂരിട്ട് കെട്ടിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. നല്ല മണമാണ് ഗൈസ്. അവൾ കഞ്ചാവാണ്, ഒരു കഞ്ചാവ് ലഹരി സൈസിലാണ്. മണപ്പിച്ചുകൊണ്ട് നടക്കും. ഇത് ഞങ്ങൾ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചാണ്. ഇത് നല്ല മുല്ലപ്പൂവിൻ്റെ സൈസിലുള്ള ഒരു മണം. ശരിക്കും മുല്ലപ്പൂ അല്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇപ്പം അവൾ എനിക്ക് ഇതാണ്ട് ഈ ബ്ലൂ മാറ്റി എനിക്കിപ്പോൾ പിങ്ക് തന്നു. അത് ഫൗളാണ്, പക്ഷേ കൊച്ചു കുട്ടിയാണ്, നമ്മളതിന് ക്ഷമിച്ചു കൊടുത്തു. പിന്നെ ഈ വെള്ള ഇതുണ്ട്, അത് ഞാൻ പോണിട്ടയിൽ മാത്രം കെട്ടാനാണ്. 2 വശം അങ്ങനെ കെട്ടാൻ. ബ്ലാക്ക് ഉണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ, ഇത് 2 ഇളകിപ്പോയി. നിങ്ങളുടെ അമ്മ വീട്ടിൽ കിടക്കുവാണ്. നാളെ പോകും. അപ്പം നാളെയൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുകൂട്ടത്തിൽ തന്നെ പിങ്കും വൈറ്റും ഉണ്ട്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. പിന്നെ നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ കാണിച്ചു വിട്ടൊരു ബ്ലൂ ക്ലിപ്പുണ്ട്. പിന്നെ എൻ്റെ കമ്മൽ ഇതാണൊക്കെ കമ്മലൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗൈസ്. ഫസ്റ്റ് മൈ ഫേവറേറ്റ് കമ്മലാണിത്. കാണിച്ചിരുന്നത് എനിക്കിത് നല്ല വൃത്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്മലാണ് എൻ്റെ പൗച്ചിൻ്റെ അകത്തേൽ. പിന്നെ ഇത് മിക്കവരുടെയും കയ്യിലും കാണുന്ന ഒരു സൈസ് കമ്മലാണ് ഈ ബട്ടർഫ്ലൈയുടെ കമ്മൽ. ഇപ്പോഴാണ് കുറച്ച് നാളൊക്കെ ഇത് കൂട്ടത്തിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇത്ര ഉള്ളൊരു പാക്കറ്റ് ഞാൻ മേടിച്ചിരുന്നു. അതെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ഒരെണ്ണം എങ്ങാണ്ട് ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ അത് പഴയതൊന്നും ഇടത്തില്ല. ഇതിൻ്റെ പൗച്ചിൻ്റെ അകത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ആ പൗച്ചിനകത്ത് ഇത്രയും വലിയ ഒരു ഇതാണ് കമ്മലാണ്. ഞാനിത് വല്ല സാരിയൊക്കെ ഉടുക്കുമ്പോഴാണ് ഞാനിത് ഇതേ സൈസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്പം അമ്മയുടെയാണ്. പക്ഷെ അമ്മ എനിക്കിത് സൂക്ഷിക്കാൻ തന്നേക്കാണ്. ഞാനേ നല്ലപോലെ സൂക്ഷിക്കുള്ളൂ പറഞ്ഞിട്ട്. പിന്നെ അനിയത്തിക്കുട്ടിയുടെ ബ്രൗൺ സൈസിലെ ഈ കമ്മലാണുള്ളത്. അതുകൂടാതെ ഈ കമ്മലാണുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.